ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. പരിമള തൈലം പോൽ യേശുവിൻ നാമം, പാലെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോൽ യേശുവിൻ നാമം, പാലെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. വാനിലും ഭൂമിയും മേലായ നാമം, വാനാധിവാനവ യേശുവിൻ നാമം. വാനിലും ഭൂമിയും മേലായ നാമം, വാനാധിവാനവ യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. വാഗ്ദത്ത മഹിളവും നൽകിടും നാമം, ആശ്രിതകാലം വദായക നാമം. വാഗ്ദത്ത മഹിളവും നൽകിടും നാമം, ആശ്രിതകാലം വദായക നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ മടങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ മടങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇന്ദ്രനാമം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കോടാലി വയ്ക്കപ്പെടാത്ത വൃക്ഷം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. കൊടുപ്പറപ്പുകളെ, ഫലമുള്ള വൃക്ഷങ്ങളും ഫലമില്ലാത്ത വൃക്ഷങ്ങളും വേർതിരിക്കപ്പെടും എന്നുള്ള ശക്തമായൊരു മുന്നറിയിപ്പ് ഈ വാക്യത്തിൽ കൂടി കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകി തരികയാണ്. നല്ല ഫലം കായ്ക്കപ്പെടുന്ന വൃക്ഷങ്ങൾ നിലനിർത്തപ്പെടും, പരിപാലിക്കപ്പെടും. ആകാത്ത വൃക്ഷങ്ങൾക്ക് കോടാലി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. അവ വീഴ്ത്തപ്പെടാൻ ഒരു തീച്ചൂളയും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഫലം പുറപ്പെടുവിക്കാത്ത, യജമാനന് പ്രയോജനപ്പെടാത്ത വൃക്ഷങ്ങൾക്ക് ജീവനിൽ നിലനിർത്തപ്പെടാൻ അർഹതയില്ല. മനുഷ്യരെ വൃക്ഷങ്ങളോട് ഉപമിച്ച് പറയുന്ന ഒരു വേദഭാഗമാണിത്. 2 തരം മനുഷ്യർ: ഫലമുള്ള മനുഷ്യർ, ഫലം പുറപ്പെടുവിക്കാത്ത മനുഷ്യർ. നല്ല വൃക്ഷം തൻ്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിയുകയും തന്നിൽ നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്ന ഫലം തക്ക സമയത്ത് പുറപ്പെടുവിക്കുകയും ചെയ്യും. നല്ല വൃക്ഷം എന്നത് ചൂണ്ടിക്കാട്ടുന്നത് മാനസാന്തരപ്പെട്ട ജീവിതാനുഭവം പുലർത്തുന്ന മനുഷ്യരാണ്. ഈ വിഷയത്തിൽ കൂടി ശക്തമായി വെളിപ്പെടുത്തുന്ന സത്യം, മാനസാന്തരപ്പെട്ടവർ മാനസാന്തരത്തിന് അനുസൃതമായ ജീവിതം നയിക്കണം എന്നതാണ്. മാനസാന്തരപ്പെട്ടവനിൽ ആത്മാവിൻ്റെ ഫലം കായ്ക്കണം. മാനസാന്തരത്തിൻ്റെ അനന്തരഫലം നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ മനസ്സിന് മാറ്റമുണ്ടാകുകയും ആ മാറ്റത്തിന് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പുറപ്പെടുന്നതാണ് നല്ല ഫലം.
പ്രസംഗം ഒരുവന് മാനസാന്തരത്തിന് വഴിയൊരുക്കുകയും ആ മാനസാന്തരം കേവലം ഒരു കുറ്റബോധം മാത്രമാണ് ഉളവാക്കുന്നതെങ്കിൽ അതുവരെ ജീവിച്ച ജീവിത രീതിയിൽ ഒരു ഖേദപ്രകടനം മാത്രം നടത്തി അവിടം കൊണ്ട് ഒതുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, നല്ല ഫലം പുറപ്പെടുവിക്കത്തക്ക നിലയിൽ മാനസാന്തരാനുഭവത്തിൽ വളരുന്നില്ലെങ്കിൽ അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീക്കപ്പെടും എന്ന് ദൈവമക്കളായ നാം എല്ലാവരും തിരിച്ചറിയണം. മാനസാന്തരത്തിൽ മാറ്റം വന്ന മനസ്സിനും പരിവർത്തനം വന്ന ജീവിതത്തിനും നല്ല ഫലം എന്ന തെളിവുണ്ടാകണം എന്നത് പരിപാലകനായ യജമാനന് നിർബന്ധമാണ്. മാനസാന്തരപ്പെട്ടവന് നിലനിൽപ്പിനും യജമാനന്റെ പ്രീതിക്കും അനിവാര്യമാണ് നല്ല ഫലം. പ്രിയരെ, നാം നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമോ കായ്ക്കാനുള്ള വളർച്ച നേടുന്ന വൃക്ഷമോ ആണോ? വളർച്ചയുടെ പാതയിലെങ്കിൽ വളർച്ച പൂർണ്ണമാകും വരെ യജമാനൻ കാത്തിരിക്കും. അല്ല മറിച്ചാണെങ്കിൽ കായ്ക്കാനുള്ള സമയം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ചുവട്ടിൽ കോടാലിയുണ്ട് എന്നറിഞ്ഞ് മാനസാന്തരപ്പെടണം. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയണം. നാം എന്തായിരിക്കുന്നുവോ, എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ ആയിരിക്കും നമ്മുടെ ചിന്തയും പ്രവൃത്തിയും. നാം ഈ ലോകത്തിനുള്ളവരാണെങ്കിൽ നമ്മുടെ ഫലവും ഈ ലോകത്തിൻ്റെതായിരിക്കും. മറിച്ച് നാം ആത്മീയരാണെങ്കിൽ നമ്മുടെ ഫലവും ആത്മീയമായിരിക്കും. ദൈവത്തിൻ്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. പ്രിയരെ, ഒരുപക്ഷെ ആകാത്ത വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു എന്ന് തോന്നാം. നല്ല ഫലമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാട്ടിയേക്കാം. എന്നാൽ അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ നിൽക്കുകയുള്ളൂ. നാം നല്ല ഫലം പുറപ്പെടുവിക്കുകയും നിലനിർത്തപ്പെടുകയും ചെയ്യേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുള്ളതിനാൽ നാം ക്രിസ്തുവിൽ നിലനിന്ന് നല്ല ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കണം. ക്രിസ്തു നല്ല മുന്തിരിവള്ളിയാകയാൽ പ്രിയരെ, നാം മുന്തിരിവള്ളിയോട് ചേർന്നിരുന്ന് മുന്തിരിവള്ളിയുടെ നീര് ഒഴുകി വരുന്നത് ഏറ്റെടുത്ത് വളരുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന ചേർന്നിരിക്കുന്ന കൊമ്പായി തീരണം. നാം ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന കൊമ്പല്ല എന്ന് സ്വയം വെളിപ്പെടുത്തുകയാണ്. അപ്രകാരമുള്ള കൊമ്പുകളെ മുറിച്ചു കളയുകയും തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. കൂടപ്പിറപ്പുകളെ, ഈ കാലഘട്ടം എന്നത് നാം നല്ല ഫലം പുറപ്പെടുവിക്കുവാനുള്ള, നമ്മിൽ നിന്ന് നല്ല ഫലം വെളിപ്പെടുത്തി കാണിക്കാനുള്ള സമയമാണ്. ഓരോ ദിവസവും മാനസാന്തരത്തിന് തക്ക ഫലം പുറപ്പെടുവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുക. ന്യായവിധിയുടെ കോടാലി നാം എന്ന വൃക്ഷത്തെ ഒഴിഞ്ഞു പോകുവാൻ ഇടയാകട്ടെ. ദുഷ്പ്രവർത്തിക്കാരും അഹങ്കാരികളുമായ ആകാത്ത വൃക്ഷങ്ങളുടെ മൂട്ടിലാണ് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നാം ഓരോരുത്തരും ദൈവവചനത്തിൻ്റെ രസം ഊറ്റിക്കുടിച്ച് വളരുന്ന നല്ല വൃക്ഷങ്ങൾ എന്ന് വെളിപ്പെടുത്തുവാനിടയാകണം. ദൈവവചനം വായിച്ച് കേട്ട് ധ്യാനിച്ച് അതിൻ്റെ രസത്തിൽ രാപ്പകൽ ജീവിക്കുന്ന ഉത്തമന്മാരായി തീരുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നിലനിൽക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ നല്ല വൃക്ഷമായി മാനസാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി, കർത്താവേ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആകാത്ത വൃക്ഷമായി തീരുവാൻ ഒരിക്കലും ഞങ്ങൾക്കിടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ രസം വലിച്ചു കുടിച്ച് ആ രസത്തിൽ ബലപ്പെട്ട് വളർന്ന് നിലകൊള്ളുവാൻ ഇന്ന് പകലിലും ഞങ്ങളെ സഹായിക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും കർത്താവ് പകരണമേ, കൽപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ.
ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പരിമള തൈലം പോൽ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോൽ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനാധിവാനവൻ യേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനാധിവാനവൻ യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതകാലം വദായക നാമം. വാഗ്ദത്തമഖിലവും നൽകിടും നാമം, ആശ്രിതകാലം വദായക നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകളെല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമനാമം, ഇണയില്ല നാമം, ഇമ്പനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. യേശുവിൻ നാമം